നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഒരു മാന്ത്രിക വിദ്യ അറിയാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അങ്ങനെയൊന്നുണ്ട്. അതിന്റെ പേരാണ് വെർച്വൽ മെമ്മറി. കമ്പ്യൂട്ടറിലെ ഏറ്റവും മികച്ച സൂത്രവിദ്യകളിലൊന്നായ ഇതിന്റെ രഹസ്യം നമുക്കിന്ന് ചുരുളഴിക്കാം. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരുപക്ഷേ നിങ്ങളും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വെറും 16 GB റാം മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. പക്ഷേ നിങ്ങൾ 100 GB വലുപ്പമുള്ള ഒരു വലിയ ഗെയിം കളിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? അസാധ്യമായി തോന്നുന്നില്ലേ? എന്നാൽ ഇതിനു പിന്നിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു കിഡിലൻ സൂത്രമുണ്ട്. അപ്പോ ഈ മാന്ത്രിക വിദ്യയുടെ രഹസ്യം എന്താണെന്നല്ലേ? അത് മനസ്സിലാക്കണമെങ്കിലേ എല്ലാ കമ്പ്യൂട്ടറുകളും നേരിടുന്ന ഒരു അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. അതാണ് മെമ്മറിയിലെ സ്ഥലപരിമിതി. സംഭവം ഇത്രയുള്ളൂ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, അതായത് CPU, അതിനെ നേരിട്ട് സംസാരിക്കാനും ജോലി ചെയ്യാനും പറ്റുന്നത് റാമിനോട് മാത്രമാണ്. അതുകൊണ്ടുതന്നെ ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിനെ ആദ്യം റാമിലേക്ക് കൊണ്ടുവന്നിരിക്കണം. ഇവിടെയാണ് റാമും ഡിസ്ക് സ്റ്റോറേജും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം വരുന്നത്. നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. റാമെന്ന് പറയുന്നത് നിങ്ങളുടെ പഠനമേശ പോലെയാണ്. ഭയങ്കര ഫാസ്റ്റാണ്, പക്ഷേ സ്ഥലവും കുറവാണ്, വിലയും കൂടുതലാണ്. പോരാത്തതിന് കറണ്ട് പോയാൽ പിന്നെ അതിലുള്ളതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്നാൽ ഡിസ്ക് സ്റ്റോറേജ് ആണെങ്കിലോ അതൊരു വലിയ ഫയലിംഗ് ക്യാബിനറ്റ് പോലെയാണ്. വേഗത കുറവാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കാം, അതും വില കുറച്ച്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇത്ര ചെറിയ വേഗതയേറിയൊരു മേശയിൽ വെച്ച് ആ ഭീമാകാരനായ ഫയലിംഗ് ക്യാബിനറ്റിലുള്ള ജോലികളൊക്കെ നമ്മൾ എങ്ങനെ തീർക്കും? അതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇവിടെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സൂപ്പർ ഹീറോയെപ്പോലെ വരുന്നത്. അതിന്റെ ആ സൂപ്പർ പവറിന്റെ പേരാണ് വിർച്വൽ മെമ്മറി. എന്താണ് ഈ വെർച്വൽ മെമ്മറി എന്ന് ചോദിച്ചാൽ, അതൊരു തരം ഇന്ദ്രജാലമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറച്ച് റാം മാത്രമേ ഉള്ളൂവെങ്കിലും ഓരോ പ്രോഗ്രാമിനെയും അത് വിശ്വസിപ്പിക്കും, ഹേയ്, നിനക്ക് വേണ്ടി ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്ന്. ഇതൊരു മിഥ്യാബോധം, ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഇഷ്ടം പോലെ സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്നറിയാമോ? ഇന്നത്തെ ഒരു 64 ബിറ്റ് പ്രോസസ്സർ ഓരോ പ്രോഗ്രാമിനും കൊടുക്കുന്നത് 256 ടെറാബൈറ്റ് വെർച്വൽ സ്പേസ് ആണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു സ്പേസ്. നമ്മുടെ പഴയ ഉദാഹരണത്തിലേക്ക് വന്നാൽ, ഇത് അനന്തമായൊരു മേശ കിട്ടുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫയലുകളും എപ്പോഴും മുന്നിൽ തന്നെ റെഡിയായിരിപ്പുണ്ടെന്ന് തോന്നും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്നാൽ, പ്രോഗ്രാമർമാർക്ക് മെമ്മറിയെക്കുറിച്ച് തല പൊക്കിക്കേണ്ടി വരുന്നില്ല. അവർക്ക് അവരുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കാം. ശരി, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ശരിക്കും ഇത്രയും റാം ഇല്ലല്ലോ, പിന്നെങ്ങനെയാണ് ഈ ഇല്യൂഷൻ വർക്ക് ചെയ്യുന്നത്? ആ സൂത്രത്തിന്റെ പേരാണ് ഡിമാൻഡ് പേജിംഗ്. ഡിമാൻഡ് പേജിംഗ്, പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. ഇതിനെയാണ് പേജുകളെന്ന് പറയുന്നത്. എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തു ചെയ്യുമെന്നോ, ഒരു പേജ് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം അതിനെ ഡിസ്കിൽ നിന്നെടുത്ത് റാമിലേക്ക് കൊണ്ടുവരും. ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ മാത്രം പേജിനെ കൊണ്ടുവരുന്നു. ഡിമാൻഡ് പേജ്. അപ്പോൾ റാമിൽ ഏതൊക്കെ പേജുകളുണ്ട്, ഏതൊക്കെ ഡിസ്കിലാണ് ഇരിക്കുന്നതെന്നൊക്കെ എങ്ങനെ അറിയും? അതിനാണ് പേജ് ടേബിൾ എന്നൊരു അഡ്രസ് ബുക്കുള്ളത്. ഹാർഡ്വെയറാണ് ഇത് നോക്കി നടത്തുന്നത്. ഓരോ പേജിൻ്റെ നേരെയും ഒരു പ്രത്യേക ഫ്ലാഗ്, അതായത് ഒരു അടയാളം ഉണ്ടാവും. ഈ പേജ് ടേബിൾ വെച്ചാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹാർഡ്വെയറും കൈകോർത്ത് ഈ മാന്ത്രിക വിദ്യ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഫ്ലാഗിനെയാണ് നമ്മൾ വാലിഡ്, ഇൻവാലിഡ് ബിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് കളിയുടെ ഗതി നിർണ്ണയിക്കുന്നത്. ആ ബിറ്റ് 1 ആണെങ്കിൽ അതിനർത്ഥം വാലിഡ് എന്നാണ്. അതായത് പേജ് റാമിൽ തന്നെയുണ്ട്, ധൈര്യമായി ഉപയോഗിക്കാം. ഇനി ആ ബിറ്റ് ശൂന്യമാണെങ്കിലോ? ഇൻവാലിഡ്. പേജുണ്ട്, പക്ഷേ അത് റാമിലല്ല, ഡിസ്കിലാണിരിക്കുന്നത്. പോയി എടുത്തോണ്ട് വരണം എന്ന് CPU-നോട് പറയുന്നൊരു സിഗ്നലാണിത്. ദാ ഈ കാണുന്ന പേജ് ടേബിളൊന്ന് നോക്കിക്കേ. ഇവിടെ പേജ് 0-നും പേജ് 2-നും നേരെ വാലിഡ് ബിറ്റ് 1 ആണ്. അതായത് അവ രണ്ടും റാമിലുണ്ട്. പക്ഷേ പേജ് 1-ന്റെ നേരെ നോക്കൂ, അവിടെ ബിറ്റ് 0 ആണ്. അതിനർത്ഥം അത് ഡിസ്കിലാണ്. അപ്പോൾ പ്രോഗ്രാമിന് ഈ പേജ് 1-നെ ആവശ്യം വന്നാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. അപ്പോൾ ആ ഇൻവാലിഡ് ബിറ്റ് കാണുമ്പോൾ, അതായത് പ്രോഗ്രാം ഡിസ്കിലുള്ള ഒരു പേജ് ചോദിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ പേജ് ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. പേര് കേട്ട് ഇതെന്തോ വലിയ തെറ്റാണെന്നോ എററാണെന്നോ കരുതരുത്. ഒരിക്കലുമല്ല. ഇത് സത്യത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള ഒരു സിഗ്നലാണ്. ഹേയ്, എനിക്കൊരു പേജ് വേണം, ഡിസ്കിൽ നിന്ന് എടുത്തു തരൂ എന്നൊരു റിക്വസ്റ്റ് മാത്രം. അപ്പോൾ ഈ റിക്വസ്റ്റ് കിട്ടിയാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തു ചെയ്യും? അതിന് കൃത്യമായ ചില സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ഈ ചോദിച്ച പേജ് ശരിക്കും ആ പ്രോഗ്രാമിന്റെ ഭാഗം തന്നെയാണോ എന്ന് നോക്കും. ആണെങ്കിൽ റാമിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലമുണ്ടോ എന്ന് തിരയും. ഒരു ഫ്രീ ഫ്രെയിം കിട്ടിയാൽ ഡിസ്കിൽ നിന്ന് ആ പേജിനെ അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യും.
എന്നിട്ട് പേജ് ടേബിളിൽ പോയി ആ ഇൻവാലിഡ് ബിറ്റ് മാറ്റി വാലിഡ് ആക്കും. എന്നിട്ട് പ്രോഗ്രാമിനോട് പറയും, ദാ സാധനം റെഡി, ഇനി മുന്നോട്ട് പോയിക്കോളൂ എന്ന്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ ഇത്രയും കാര്യങ്ങൾ നടന്നതൊന്നും പാവം ആ പ്രോഗ്രാം അറിയുകയില്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഡിസ്കിൽ നിന്ന് റാമിലേക്ക് ഡേറ്റ കോപ്പി ചെയ്യാൻ കുറച്ച് സമയമെടുക്കുമല്ലോ. ആ സമയം CPU വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അത് വേറെ ഏതെങ്കിലും റെഡിയായിരിക്കുന്ന പ്രോഗ്രാമിന്റെ പണി ചെയ്യാൻ പോവും. അതായത് ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല. ഇങ്ങനെ ഒരേ സമയം പല ജോലികൾ മാറി മാറി ചെയ്ത് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കൂട്ടാൻ വെർച്വൽ മെമ്മറി സഹായിക്കുന്നുണ്ട്. അപ്പോ ഈ വിർച്വൽ മെമ്മറി എന്ന സൂത്രം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴൊരു ഐഡിയ കിട്ടി. പക്ഷേ ഇതുകൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഇത് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? നമുക്ക് നോക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വിർച്വൽ മെമ്മറി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കമ്പ്യൂട്ടിംഗ് ഇങ്ങനെ ആകുമായിരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള റാം എത്ര ചെറുതാണെങ്കിലും വലിയ വലിയ ഗെയിമുകളും സോഫ്റ്റ്വെയറുകളും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. ഒരേ സമയം ഒരുപാട് ആപ്പുകൾ തുറന്നുവെക്കാൻ സാധിക്കുന്നതും പ്രോഗ്രാമുകൾ വേഗത്തിൽ സ്റ്റാർട്ടാകുന്നതും ഇതിന്റെ ഗുണമാണ്. ഇത് പ്രോഗ്രാമർമാരുടെ തലവേദന കുറയ്ക്കുന്നു. നമുക്ക് ഉപയോക്താക്കൾക്ക് കിട്ടുന്നതോ വളരെ മികച്ച ഒരു അനുഭവം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് വെർച്വൽ മെമ്മറി. നമ്മുടെ കമ്പ്യൂട്ടറിലെ സങ്കീർണമായ ഹാർഡ്വെയറിനെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ലളിതമാക്കി തരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു സൂത്രവിദ്യ. കമ്പ്യൂട്ടറുകളെ ഇത്രയും ശക്തമാക്കുന്ന ഒരു മിഥ്യാബോധം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വെർച്വൽ മെമ്മറി പോലെ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ അറിയാതെ നടക്കുന്ന മറ്റെന്തൊക്കെ ഇന്ദ്രജാലങ്ങളുണ്ടാവും.